ഹലോ ഗൈസ്, ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഷോ ഓഫ് ആണ് ഫുള്ള്. അനുവിനെ അഭിയും കൂടെ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് ചേച്ചിയുടെ കൂടെ ഒരു മേക്കപ്പ് ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ കൂടെ ചെല്ലാനായിട്ട് എന്നെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കൂടെ പോകാനായിട്ട് ഞാൻ ഒരുങ്ങി നിന്നപ്പോൾ ദാണ്ട് കിടക്കുന്നു. മഴ അങ്ങോട്ട് പെയ്യാനായിട്ട് തുടങ്ങി. നനഞ്ഞോണ്ട് എങ്ങനെ പോകുന്നു വിചാരിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുവാണ്. അപ്പോൾ ശകലം ഒരു തുള്ളി തോന്നപ്പോൾ ഞാൻ പിന്നെ പിള്ളേരെ കൊണ്ട് ഇറങ്ങി. ഇന്നലെ മുഴുവൻ ദുരന്തമായിരുന്നു. പോണ വഴി എല്ലാം മഴ തന്നെയായിരുന്നു. ഞാൻ പിള്ളേരെ അവിടെ ആക്കിയിട്ട് പോകാനായിട്ട് നിന്നപ്പോൾ അവിടെയും മഴ. പിന്നെ ഞാനൊരു ഇടത്ത് അങ്ങ് കയറി നിന്നേ. താമസിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചേച്ചി അവിടെ പോകാൻ ഇറങ്ങിയിട്ട് ചേച്ചി പിന്നെ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നേട്ടോ. ചേച്ചിയാണത്. അതെന്തായാലും നന്നായി, നനയാതെ പോകാമല്ലോ എന്ന് വിചാരിച്ചേ. അപ്പോൾ പിന്നെ ഞാൻ ഡോറ് വന്നപ്പോൾ ക്യാമറ ഉണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു, നിനക്ക് പറയരുതാന്നു, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞേ. ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ചേച്ചി പറയുവാണ് വെക്കടി ക്യാമറ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയോട് പോകുന്ന ഒരു പ്രത്യേക വൈബാണ്. ഇനിയിപ്പോൾ വീഡിയോ കാണുവാണെങ്കിൽ പൊങ്ങുമൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയെന്ന് വെച്ചാൽ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയേ. പിന്നെ അവർ കല്യാണം കഴിഞ്ഞ് വരാനായിട്ട് കൂടുതൽ ടൈം എടുത്തു. ചേച്ചിയുടെ മോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയപ്പോൾ ആ വീട്ടിൽ കുറേ റോസാപ്പൂ ഇങ്ങനെ വേണ്ടാത്തത് കിടന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ ഹോബിയായിരുന്നു, പണ്ടത്തെ ഒരു നൊസ്റ്റു എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയത്തില്ല, ഇതിൻ്റെ ഇതള എടുത്തിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ബാക്കിലത്തെ ഇത് കളഞ്ഞിട്ട് ഇങ്ങനെ നെയിലൊട്ടിച്ച് ക്യൂടെക്സ് ആയിട്ടൊക്കെ ഇടുമായിരുന്നേ. ചുമ്മാ ഇതൊക്കെയായിരുന്നു രസം. ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് കേട്ടോ. ഫുള്ള് ഇവിടെ കട്ട പോസ്റ്റ് ആയിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു കേട്ടോ. അങ്ങനെ ഗൈസ്, കല്യാണ ചെറുക്കനും പള്ളിയിൽ അച്ഛനാണ് കേട്ടോ കല്യാണ ചെറുക്കൻ എന്ന് പറയുന്നത്. ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ പിന്നെ അവർ റിലേറ്റീവ്സ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. അടുത്തടുത്ത് തന്നെ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വീട് അപ്പുറത്തും ഇപ്പുറത്തും തന്നെയാണ്. പിന്നെ അവർ വന്നു. ഇന്ന് കഴിഞ്ഞിട്ട് എന്തോ ഞാൻ ചുമ്മാ ചേച്ചിയുടെ കൂടെ പോകണമെന്നേ ഉള്ളൂ. ചേച്ചി അങ്ങോട്ട് കലാപരിപാടികൾ തുടങ്ങി. ഞാൻ അവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ ലാസ്റ്റ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഡ്രസ്സൊക്കെ അവർ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ഡ്രസ്സൊക്കെ ആയിരുന്നു. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. പിന്നെ അങ്ങോട്ട് വിളിച്ചേ. പിന്നെ ഞാൻ ചേച്ചിയും കൂടെ അങ്ങോട്ട് പോയി. ഇനി എന്താ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ഫുഡ് അടിക്കാം. അത് തന്നെ പിന്നെ നിർബന്ധിച്ച് വിളിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് പോകാതിരിക്കുന്നതല്ലേ. അങ്ങനെ പിന്നെ അവിടെ കുറേ ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. മെയിനായിട്ടും ഈ ചേച്ചി എന്നെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ക്യാമറയിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനാണ്. ആ ചേച്ചിക്ക് ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട്, അതിലിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ റീൽസ് ഒക്കെ എടുത്തു. പിന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ, അങ്ങനെ സംഭവങ്ങൾ കുറേ കപ്പ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിച്ച ശേഷം വീട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇതായിരുന്നു ഇന്നലത്തെ എൻ്റെ വിശേഷങ്ങൾ.